ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടെന്ന്. അതായത് ഈ ആക്സിഡന്റ് പറ്റുമ്പോൾ തന്നെ ഈ ട്രെയിനിൽ നിങ്ങളുടെ ആ ഒരു ഗ്ലാസ്സിലോട്ട് ഇതുപോലെ ഇല്ല ഇല്ല ഇങ്ങനെ വരുന്നതൊക്കെ ഇവർ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യർ സാധാരണ തല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോറി ഞങ്ങളുടെ ഭാഷ പറഞ്ഞതാണ്, റൺ ഓവർ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ കിടക്കുന്ന പൊസിഷനിലൊക്കെയാണ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പൊസിഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും, അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് വികൃതമാവുകയും മറ്റു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് അവരുടെ പൊസിഷൻ അനുസരിച്ച് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഇവർ ഇത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒരു സൗണ്ടിലൂടെയാണ് നമുക്കറിയാൻ കഴിയും. ബോഡിയിൽ കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സൗണ്ട് കൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ മെസ്സേജ് കൊടുക്കണമെന്ന നിയമം, നിർത്തണം എന്ന നിയമമുണ്ട്. ഇപ്പോൾ നിർത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ മെസ്സേജ് കൊടുത്തിട്ട് അവർ വേറെ പിന്നാലെ വരുന്ന ട്രെയിനിൽ അവർക്ക് മെസ്സേജ് കൊടുക്കും. അന്നേരം അതിലെ ഡ്രൈവർക്ക് ഇതെല്ലാം കാണേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ മിക്കവാറും ഉണ്ടാവാറുണ്ട്, സ്ഥിരമായി തന്നെ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത് ഞാൻ ഒരു ഓഖ ട്രെയിൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഹാർവാദ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ മാഷി വിളിച്ച് പറഞ്ഞു അവിടെ ട്രാക്കിൽ ഒരാൾ വീണ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിലെ സ്റ്റാഫിനെ ഒരാൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അയാൾക്ക് ജീവനുണ്ട് എന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പോകാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു അത് കാരണം എല്ലാവർക്കും ഒരു വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണല്ലോ. നമുക്കിപ്പോൾ ഇത്രയും ചോരയും ഇതൊക്കെ കാണുന്ന താല്പര്യമില്ലാത്ത ആൾക്കാരാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് അവൻ പോകാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ പോയി. കാരണം അയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയി നോക്കേണ്ട ഒരു കടമയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഇയാൾ ഞരങ്ങുന്ന മുകളിൽ നോക്കിയുണ്ട്. അവിടെ നിന്നിരുന്ന സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ എന്തോ ചോദിച്ചപ്പോഴത്തേക്ക് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെന്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി റോഡുണ്ട്, ഒരു ടണലിൻ്റെ താഴെയാണ് ഇയാൾ കിടക്കുന്നത്. അപ്പോൾ അത് മുകളിൽ കൂടെ അവിടെ നിന്ന് ചാടിയതാണോ അതോ വേറെ ഏതെങ്കിലും ട്രെയിൻ തട്ടിയതാണോ? അതിന് തൊട്ട് മുമ്പേ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്രോസിംഗ് ആയിട്ട് തൊട്ട് മുമ്പേ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്തു. ഇപ്പോൾ അവർ തട്ടിയതാണോ എന്ന് അറിയില്ല. ഏതായാലും അയാളെ പിന്നെ ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ അടുത്ത് ഒരു ഡോക്ടറൊക്കെ ഉള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അയാൾ രക്ഷപ്പെട്ടു. ഓക്കെ. പക്ഷെ അത് നമുക്ക് അത്ര സുഖകരമായൊരു അനുഭവമൊന്നുമില്ല. കാരണം ചോരയും മറ്റ് ഈ ശരീരത്തിൽ പരിക്കുകളൊക്കെ ഉണ്ടാകുന്നെന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യാൻ വളരെ മനസാന്നിധ്യം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഈ മനക്കെട്ടി എന്ന് പറയുന്നത് എന്താ പറയുക, ഒറ്റ രാത്രി കൊണ്ടൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലല്ലോ. പതുക്കെ ഉണ്ടായി എടുക്കുന്നൊരു സംഭവമാണല്ലോ ഈ ഒരു മനക്കെട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സംഭവം അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നാണ് എനിക്ക് എൻ്റെ അനുഭവം. കാരണം എന്താ അറിയാം, റെയിൽവേ സാധാരണഗതിയിൽ ഒരു പരീക്ഷ നടത്തും. മനോബലം നോക്കുന്ന ഒരു പരീക്ഷയാണ്, സൈക്കോ ടെസ്റ്റ് എന്നാ പറയാ. അത് പാസ്സായാലേ അവർ ഈ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ സൈക്കോ ടെസ്റ്റിൽ ഇവർ പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്തരം ഇതിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആണ് അവരെടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെയുള്ളവർ ഇപ്പോൾ പലരും ഇത് ഇങ്ങനെ ലോലമനസ്കൻ, എൻ്റെ കൂട്ടത്തിൽ ലോലമനസ്കൻ ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരൊക്കെ ഇതിനെ വളരെ ഇതായിട്ട് തന്നെ കാണുക. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ആകെ പതറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ വണ്ടി തട്ടി മരിച്ചു, സപ്പോസ് ഒന്നല്ല 2 പേര് അല്ലെ ഒരു കുടുംബം. ഇപ്പോൾ ഞങ്ങളുടെ കേസിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മൾ അതിന് പതറിപ്പോയി കഴിഞ്ഞാൽ അതിന് ശേഷവും നമ്മൾ വണ്ടി കൊണ്ട് പോകേണ്ടതാണ്. നമ്മുടെ വണ്ടിയുടെ 1000-നും മുകളിൽ ആൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ 5 പേർക്ക് വേണ്ടിയിട്ട് ഈ 1000-ഓളം പേരെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
അത് അത്രയും പ്രോസസ് മൈൻഡുള്ളവരെ മാത്രമേ റെയിൽവേ സെലക്ട് ചെയ്യാറുള്ളൂ. അതിന് അതാണ് കണക്കായിട്ടുള്ള മനസ്സിൽ പരീക്ഷ തന്നെയാണ് വെക്കുന്നത് അവർ നടത്തുന്നത്. ഈ 5 അതായത് ഈ മുന്നിലുള്ള 1-2 പേർക്ക് വേണ്ടിയിട്ട് ട്രെയിനിലുള്ളവരെ മൊത്തം അതുകൊണ്ടാണ് നിർത്തുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കാത്തതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ LHB കോച്ചുകൾ പോലുള്ളതിനൊക്കെ ഇപ്പം നിർത്തി ജെർക്കുണ്ടായി മുകളിൽ പരി അതിൽ ഒരുപാട് പേര് രോഗികളായിട്ടുള്ളവരുണ്ടാവും, മറ്റ് അവശരായിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ താഴെ വീണ് പരിക്ക് പറ്റുകയും മറ്റ് ഇത് ചെയ്യുന്നതിനും ഏതായാലും അവർ ഇത് മരിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവരെ പരിഗണിക്കാതെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളത്. വേറെങ്കിൽ റെയിൽവേ ട്രാക്കിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. വണ്ടിയിൽ കയറാൻ വേണ്ടി അല്ലാതെ റെയിൽവേയുടെ പരിസരത്തേക്ക് വരുന്നത് തന്നെ നിയമവിരുദ്ധമായ കാര്യമാണ്. ഇപ്പോൾ വേറെ എന്തിനു വേണ്ടിയിട്ടാണ് പലരും വന്നിട്ട് സെൽഫി എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഉള്ളൊരു സ്റ്റേഷനിൽ ഈ ഗുഡ്സ് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്റ്റേഷനാണ്. അവിടെ പാസഞ്ചർ നിർത്താറില്ല. അപ്പോൾ അവിടെ കുറച്ച് ഈ വലിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ മുകളിൽ കയറി, വാഗണിൻ്റെ മുകളിൽ കയറി 25 kV ലൈൻ തൊട്ട് മുകളിൽ കൂടെ പോകുന്നുണ്ട്. ഷോക്ക് അടിച്ച് ഓൺ ദ സ്പോട്ടിൽ കരിഞ്ഞ് താഴെയുണ്ട്. പക്ഷെ അപ്പോൾ ശരിക്കും ഒരു പൈസ പോലും അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ല. കേസിന് പോയാൽ റെയിൽവേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. കാരണം ഈ ട്രസ്പാസിങ് ആണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിലേക്ക് പബ്ലിക്കിന് പ്രവേശനമുള്ള റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ്, അല്ലെ ലെവൽ ക്രോസിങ്ങിൽ അവിടെ മാത്രമേ അനുവാദമുള്ളൂ. ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് ബാക്കിയുള്ളവർ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ വന്ന് അവിടെ വന്നിട്ട് അബദ്ധത്തിലാണ് വന്നതെന്ന് പറഞ്ഞാൽ പോലും അതിന് അവർക്ക് ക്ലെയിം ഒന്നുമില്ല. ഇവരായിട്ട് അവർക്കുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ഒന്നും തന്നെ കിട്ടില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ കിട്ടുമായിരിക്കും ചിലപ്പോൾ, പക്ഷേ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ഒന്നും തന്നെ കിട്ടത്തില്ല. ഈ നമുക്കിപ്പോൾ കാറാണെങ്കിലോ ബസ്സാണെങ്കിലോ ഒക്കെ അറിയാതെ തട്ടിയാൽ പോലും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കൊക്കെ കേസ് ഉണ്ടാവുമല്ലോ. ട്രെയിനിൻ്റെ കേസിൽ ലോക്കോ പൈലറ്റ്സിന് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? കേസ് വന്നിട്ടില്ല, വരാറില്ല. പക്ഷേ എൻക്വയറി ഒക്കെ വരും. അതായത് ഇപ്പോൾ ഏതെങ്കിലും വിവാദമായ കേസുകളാണ്, അല്ലെങ്കിൽ ഗോവയിലും കർണാടകയിലും ഒക്കെ ആണെങ്കിൽ അവർ വന്നിട്ട് നമ്മളിതിന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ വേറെ ക്രൈം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ ചിലർ കൊണ്ടുവന്നിട്ട് കൊന്ന ശേഷം കൊണ്ടുവന്ന് ട്രാക്കിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ അല്ലായിരുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ലോക്കോ പൈലറ്റിനെ അവർ വിളിച്ചു വരുത്താറും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ FIR ഒന്നും എടുക്കാറില്ല. ഇത്രയും ആളുകളെ നോർമലി ഒരു ബസ് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഇത്രയും 54-60 പേരെയൊക്കെ കൊണ്ടൊക്കെ ബസ് പോകുന്നു. ബട്ട് ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും കൗണ്ട്ലെസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് മനോധൈര്യം വേണ്ട ഒരു കാര്യമാണല്ലോ ഇത്രയും ആളുകളെയും കൊണ്ട് ഒരു ട്രെയിൻ പാസ് ചെയ്യുക എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്നാലും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചില പേടികളും ഉണ്ടാകും. സാറിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എല്ലാ ലോക്കോ പൈലറ്റ്സിൻ്റെ ഏറ്റവും വലിയ പേടി ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേടി അതാണ്. കാരണം എന്ന് വെച്ചാൽ ഡേഞ്ചർ പാസ് ചെയ്യുന്നതോടെ നമ്മുടെ ജോലി അവസാനിക്കുന്നു, അവർ പിരിച്ചുവിടുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഡേഞ്ചർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോഡിലൊക്കെ കാണുന്ന ഈ ചുവപ്പ് സിഗ്നൽ തന്നെയാണത്. അപ്പോൾ ആ ചുവപ്പ് സിഗ്നൽ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അപ്പോൾ മനുഷ്യരാണ് രാത്രി കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കേണ്ടി വരും 8 മണിക്കൂറൊക്കെ. റെഡ് സിഗ്നൽ അത് തന്നെ, അതാണ് ഡേഞ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അറ്റൻഷൻ, കോഷൻ, ഡേഞ്ചർ അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ റോഡിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 യെല്ലോ, 1 യെല്ലോ, പച്ച, ചുവപ്പ്. അപ്പോൾ ഇതിൽ ഈ ചുവപ്പ് സിഗ്നലിനെയാണ് ഡേഞ്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ നമുക്ക് യാതൊരു കാര്യമായ പണിഷ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില ഫൈനൊക്കെ ഉണ്ടാവാറുണ്ടെന്നല്ലാതെ റോഡിൽ സാധാരണ വലിയ പണിഷ്മെൻ്റ് ഒന്നും കിട്ടാറില്ല. പക്ഷേ റെയിൽവേയിൽ അങ്ങനെയല്ല. റെയിൽവേയിൽ ആ ചുവപ്പ് സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി അവർ പിരിച്ചുവിടും. അങ്ങനെയാണ് ഏറ്റവും വലിയൊരു ഭയം. അതാണ് ഏറ്റവും വലിയ ഭയം. കാരണം അതിനുശേഷം നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയല്ലോ. ഒരു കരിയറിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 25 വർഷം 26 വർഷം ജോലി ചെയ്തിട്ട് റിട്ടയർ ആയതിൻ്റെ തലേ ദിവസം റിട്ടയർ ആവുന്നതിൻ്റെ തലേ ദിവസം ഡേഞ്ചർ പാസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ പിരിച്ചുവിടുകയാണ്. റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, പക്ഷേ എന്നാലും അവർ പിരിച്ചുവിടുകയാണെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാവും, മറ്റു കാര്യങ്ങൾ. പിന്നെ അവരുണ്ടാക്കിയെടുത്ത ആ ഒരു റെപ്യൂട്ടേഷനും ആ ജോലിയോട് ഉണ്ടാക്കുന്ന ആ ഡെഡിക്കേഷനും അതുമെല്ലാം
ഭയങ്കരമായും ബാധിക്കുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ പേടി ഡേഞ്ചർ പാസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതെ, ഈ തൊട്ട് മുമ്പ് തന്നെ അതായത് ഈ ജോലി റിട്ടയർഡ് ആവുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ പോയ ആളുകളുടെ സ്റ്റോറി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്? മറ്റ് റെയിൽവേയിലാണ്, എന്നാലും ഞങ്ങളുടെ റെയിൽവേയിൽ ഇതുവരെ സ്പാഡ് ഉണ്ടായിട്ടില്ല. സ്പാഡ് എന്നാണ് പറയാം, സിഗ്നൽ പാസിംഗ് ഡേഞ്ചർ എന്ന്. സ്പാഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളുടെ റെയിൽവേയിലല്ല, മറ്റു റെയിൽവേയാണ്. പക്ഷെ അങ്ങനെ ഉണ്ട്. അതെ, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ട്രെയിൻ പിടിച്ചിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അത് മറ്റു ട്രെയിനിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരതൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് പാസ് ചെയ്യാനായിട്ട് നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതല്ലാണ്ട് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് സമയം ഇങ്ങനെ നിർത്തിയിടേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, നിർത്തിയിടാറുണ്ട്, വരാറുണ്ട്. അതിപ്പോൾ സാധാരണഗതിയിൽ പാസഞ്ചേഴ്സിന് ഇത് മനസ്സിലായിക്കോണമെന്നില്ല, എന്തുകൊണ്ടാണ് നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. ഒരുപാട് കാരണങ്ങളാൽ വണ്ടി നിർത്തിയിടാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മുന്നേ ഒരു ഇതുണ്ട്, ഡബിൾ ലൈനിലാണ് സാധാരണ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിടേണ്ട ആവശ്യമില്ല. ഡബിൾ ലൈനിലുണ്ട് അടുത്ത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഷൊർണൂരോ അല്ലെങ്കിൽ ഷൊർണൂർ മംഗലാപുരത്തേക്കൊക്കെ എല്ലാം ഡബിൾ ലൈനാണ്. അപ്പോൾ അപ്പ് ലൈനും ഡൗൺ ലൈനും ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ ഒരു ഡൗൺ ലൈനിൽ കൂടെ പോകും, അങ്ങോട്ട് പോകേണ്ടത് അപ്പ് ലൈനിൽ കൂടെ പോകും. അപ്പോൾ അവിടെ ക്രോസിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. പക്ഷേ ഒരു വണ്ടി പോയി അടുത്ത സ്റ്റേഷനിൽ എത്തുന്നത് വരെ അടുത്ത വണ്ടി വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ മുന്നിൽ പോയ വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഏതെങ്കിലും കാരണവശാൽ ഇത് ഒരു പശുവിനെ ഇടിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇളകിപ്പോയി, ആ കോച്ചിൻ്റെ ഏതെങ്കിലും സാധനങ്ങൾ ഇളകിപ്പോയി, അല്ലെങ്കിൽ അവിടെ വെൽഡ് ഫെയിലർ ഉണ്ടായി, ട്രാക്കിൽ ഒരു വെൽഡിങ് പൊട്ടിപ്പോയി, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ആ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നു വിചാരിക്കും. അല്ലെങ്കിൽ ട്രാക്കിൽ വെള്ളം കയറി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ ഇതിൽ വീണു, ചെയിൻ പുള്ളി ചെയ്തു, ആരെങ്കിലും അലാം ചെയിൻ പുള്ളി ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാൽ വണ്ടി മുന്നിൽ പോയ വണ്ടി നിർത്തിയിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പുറകിലത്തെ ട്രെയിൻ അതിൻ്റെ പുറകിലത്തെ സ്റ്റേഷനിൽ നിർത്തും. പിന്നെ ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ഒരു സമരം ഉണ്ടായി. അത് റെയിൽവേനെ കുറിച്ച് അറിയാവുന്ന അതിബുദ്ധിമാന്മാരായ കുറേ പേര് പാസഞ്ചേഴ്സ് ചെയ്തതാണ്. അന്നൊരു ട്രെയിനിൽ ആകെപ്പാടെ 4 കോച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് ആളുള്ള ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിൽ വന്നിട്ട് പാസഞ്ചേഴ്സ് എല്ലാം കൂടി ഇത് ചെയ്തിട്ട് ഈ ഡി ക്ലാസ് സ്റ്റേഷൻ എന്ന് പറയും. ചില സ്റ്റേഷനിൽ സിഗ്നൽ ഉണ്ടാവില്ല, അവിടെ പാസഞ്ചേഴ്സ് കയറാൻ വേണ്ടി മാത്രം നിർത്തുന്ന സ്റ്റേഷനുണ്ട്. അങ്ങനെ ഇപ്പോൾ കലൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇവരെന്ത് ചെയ്തു, അവിടെ സിഗ്നലൊന്നും ഇല്ല, അവർ ട്രെയിന് മുന്നിൽ വന്ന് കുത്തിയിരുന്നു. എന്നിട്ട് എൻജിൻ ഡ്രൈവർ ഭീഷണിപ്പെടുത്തി, വണ്ടീനെ എടുത്ത കല്ല് വെച്ചെറിയെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആ മനുഷ്യനെ അവിടെ നിന്നു, വണ്ടി അവിടെ കിടന്നു. തിരുവനന്തപുരത്ത് വരെയുള്ള വണ്ടികൾ അന്ന് ഡീറ്റെയിനായി. കാരണം ഇതിൻ്റെ പുറകിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും വണ്ടി പിടിച്ചിട്ട് ഈ വണ്ടി ഇങ്ങോട്ട് കടത്തി വിട്ടാലേ അടുത്ത ഇതിൽ ഒരു പ്ലാറ്റ്ഫോം, ഓരോ സ്റ്റേഷനിലും 2-3 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വണ്ടികളൊക്കെ അവിടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അവർ അക്കോമ്പനി ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഡീറ്റെയിൻ ആവുക എന്നുള്ള ഇതാണ്. ലാസ്റ്റ് റെയിൽവേയുടെ മുകളിൽ നിന്ന് MP വന്നിട്ടാണ് അന്ന് ആ സമരം ഒത്തുതീർപ്പാക്കി വിട്ടത്.